ഈ കരിയർ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പലരും ആവേശകരമായ പല കാര്യങ്ങളും പറയാറുണ്ട്. അതിൽ നല്ലൊരു എക്സാമ്പിളാണ് ചേസ് യുവർ പാഷൻ. നിങ്ങളുടെ പാഷനെ ചേസ് ചെയ്യൂ, നിങ്ങളുടെ പാഷനെ ഓടിപ്പിടിക്കൂ എന്നൊക്കെ പറയുന്ന മോട്ടിവേറ്റേഴ്സ് ഞങ്ങളെപ്പോലെയുള്ളവർ ക്ലാസ്സുകളിൽ പറയുന്ന ഒരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിനകത്തൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് നമ്മളുടെ പാഷൻ എന്താണോ അതിനെ ചേസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിൽ ആലോചിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളൂടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, മ്യൂസിക് എൻ്റെ പാഷനാണ്, ഡാൻസ് എനിക്ക് പാഷനാണ്, ഫോട്ടോഗ്രാഫി എനിക്ക് പാഷനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സുകുമാര കലകൾ അല്ലെങ്കിൽ ലളിത കലകൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ പാഷനായിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. സിനിമാറ്റോഗ്രാഫി ഒരു പാഷനാണ്, ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ സംഗീതം, അല്ലെങ്കിൽ ഡാൻസ്, അല്ലെങ്കിൽ ആയോധന കലകൾ, കളരി, കരാട്ടെ, കുങ്ഫു, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിത്രകല, ഇത്തരം കാര്യങ്ങൾ, നാടകം, സിനിമ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ ഇത്തരത്തിലുള്ള ലളിത കലകൾ പലതും പാഷനായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ പല കരിയർ ട്രെയിനേഴ്സും എന്നെ പോലുള്ള പല ആൾക്കാരും പറയാൻ സാധ്യതയുള്ള കാര്യം, ചേസ് യുവർ പാഷൻ, നിങ്ങളുടെ പാഷന് പിന്നാലെ ഓടൂ, ഒരു കാലം നിങ്ങളുടേതായി വരും, ആ കാലത്ത് നിങ്ങൾ വിജയിക്കും, അന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെ എല്ലാം നോക്കി അധികാരത്തോടെ പറയാൻ സാധിക്കും ഞാൻ വിജയിച്ചുവെന്ന്. ഇതൊക്കെ പറയാൻ കൊള്ളാം, പക്ഷേ ഒരു അപകടം എന്താണെന്നറിയോ? ഈ മേഖലകളിലൊക്കെ സക്സസ്ഫുള്ളായി അവസാന ലാപ്പിൽ ഓടിയെത്താനായിട്ട് എത്ര പേർക്ക് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച്, വിരലിൽ എണ്ണാവുന്നവർക്കേ പറ്റൂ. നൃത്തകലയിൽ അദ്വിതീയരായിട്ട് ഒരു ധനം സമ്പാദിക്കുന്ന ലെവലിൽ എത്ര പേര് എത്തുന്നു എന്ന് ചോദിച്ചാൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. സിനിമാ മേഖലയും സംഗീത മേഖലയും ഒക്കെ അങ്ങനെ തന്നെ. അപ്പം ഞാൻ എൻ്റെ കരിയർ അഡ്വൈസായിട്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഡെഫിനറ്റ്ലി നിങ്ങളുടെ പാഷനെ ഉപേക്ഷിക്കേണ്ട, അത് നിങ്ങളോടൊപ്പം തന്നെ കൊണ്ടു നടക്കുക. പക്ഷേ ഒരു കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുക, നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു കരിയർ ഡൊമെയിൻ അതിനോടൊപ്പം ഉണ്ടാക്കണം എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. അതായത് ബൾക്ക് ആയിട്ടുള്ള ഓഫേഴ്സ് കിട്ടുന്ന വലിയ നമ്പറുകളിൽ ആൾക്കാരെ ആവശ്യമുള്ള തൊഴിൽ മേഖലകളിൽ നമ്മളൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. അതിൻ്റെ കൂടെ നമ്മളുടെ പാഷനേറ്റ് മേഖലയും നമ്മൾ ശ്രദ്ധ ചെലുത്തി അതിനെ നമുക്കൊന്ന് പോഷിപ്പിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ബേസിൽ ജോസഫ് എന്ന് പറഞ്ഞ സംവിധായകൻ, അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ഇൻഫോസിസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന പാഷൻ അദ്ദേഹം കളഞ്ഞില്ല. അതിനോടൊപ്പം അദ്ദേഹം അത് കൊണ്ടു നടക്കുകയും ചെയ്തു. അതിന് സക്സസ്ഫുള്ളായി എന്നൊരു മൊമെൻറ്റ് വന്നപ്പോൾ അദ്ദേഹം പതുക്കെ അദ്ദേഹത്തിൻ്റെ ജോലി റിസൈൻ ചെയ്ത് അതിലേക്ക് എത്തുകയും ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു മനോഭാവം, അല്ലെങ്കിൽ ഒരു ജനറലായിട്ട് നമുക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുന്ന ഒരു ഡൊമൈനിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന വലിയ അവസരങ്ങളുടെ എണ്ണം കൂടുതലുള്ളൊരു ഡൊമൈനിൽ, നമുക്ക് താല്പര്യമുള്ളൊരു ഡൊമൈനിൽ നമ്മൾക്കൊരു കരിയർ ബിൽഡ് ചെയ്തെടുക്കുക. അതിനോടൊപ്പം നമ്മുടെ പാഷനെ ചേസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അല്ലാതെ പാഷനെ ചേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ജോലിക്കും പോവാതെ എന്നോ ഒരു നല്ല കാലം വരുമെന്നുള്ള ഒരു ഉട്ടോപ്യൻ കോൺസെപ്റ്റുമായി അല്ലെങ്കിൽ സിനിമാ കഥയുമായി നമ്മൾ ജീവിതത്തിൽ മുന്നേറാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ പരാജയമായിരിക്കും ഫലം. അപ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ.